വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച് ഉത്ര കൊലക്കേസ് പ്രതി സൂരജ്. അച്ഛന് ഗുരുതര അസുഖമെന്ന് പറഞ്ഞ് പരോളിന് ശ്രമിച്ചു. സൂരജിന്റെ തട്ടിപ്പ് പൊളിച്ച് ജയിൽ അധികൃതരും രംഗത്തെത്തി. സംഭവത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഈ വാർത്തയുടെ വിവരങ്ങളും വിഷ്ണു കരുണാകരൻ തന്നെ നൽകും. വിഷ്ണു, എങ്ങനെയാണ് ഇത്തരത്തിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഉത്ര കേസിലെ പ്രതിക്ക് സാധിച്ചത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ലിബീഷ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഇനി നടക്കുന്നത്. അതായത് ഉത്തര കേസുമായി ബന്ധപ്പെട്ട് സൂരജിനെയും അമ്മയും പോലീസ് ചോദ്യം ചെയ്യും. ഈ ജയിലിൽ കഴിയുന്ന സൂരജിന് പരോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വളരെ അടിയന്തരമായ ഒരു പരോളാണ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. ഇത് തന്റെ പിതാവിന് ഗുരുതര രോഗമാണെന്നും ഇപ്പോൾ വളരെ അടിയന്തരമായി പരോൾ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. അതിനുശേഷം അതിൽ സംശയം തോന്നിയ ജയിൽ അധികൃതർ അത് കൃത്യമായി പരിശോധിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇത് വ്യാജമാണെന്ന് കണ്ടെത്താൻ സാധിച്ചത്. അതിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് വളരെ വ്യാജമായി തയ്യാറാക്കിയതാണെന്ന് വ്യക്തമായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി ജയിൽ സൂപ്രണ്ട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പൂജപ്പുര തന്നെ പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചോദ്യം ചെയ്യലുണ്ടാകും. ഏതായാലും സൂരജിനെയും അമ്മയും ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. ഏതായാലും ഈ കേസിൽ ജയിൽവാസത്തിലാണ് ഇപ്പോൾ സൂരജിന് പരോൾ ലഭിക്കാൻ വേണ്ടിയുള്ള തന്ത്രം ാണ് ഈ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോൾ ജയിൽ അധികൃതരുടെ വിശദീകരണം. ഏതായാലും അത് എങ്ങനെ തയ്യാറാക്കി, അത് ആരുടെ സഹായം ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏതായാലും ചോദ്യം ചെയ്യലിന് ശേഷം കൃത്യമായൊരു അന്വേഷണം ഇതിലുണ്ടാകും. ലിബീഷ്.